അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. We bless the Lord for this wonderful, blessed evening time. കഴിഞ്ഞ ചില നാളുകളായി നമുക്ക് എബ്രായ ലേഖനത്തിൽ നിന്നുള്ള ദൈവജന ചിന്തകൾ വിവിധ വാക്യങ്ങളെ ആസ്പദമാക്കി പഠിക്കുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. The Lord was gracious towards us that we have been studying from the book of Hebrews throughout the epistle. ഇന്ന് ദൈവം അനുവദിച്ചാൽ അതിന്റെ സമാപന ക്ലാസ് ആണ്. ചില ആത്മീയ ചിന്തകൾ എബ്രായ ലേഖനത്തിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ പറയുവാനാണ്, പഠിക്കുവാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. So tonight this is the concluding lesson, and I would like to meditate on some thoughts concerning the Lord Jesus Christ from the epistle of Hebrews. ഇന്നത്തെ മീറ്റിംഗിന്റെ പ്രാരംഭ സമയത്ത് ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ മീറ്റിംഗിൽ ആദ്യോടൊന്നും സംബന്ധിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. So as I reminded at the beginning of the meeting, so to all those who are participating in this meeting today, in the name of our Lord, we greet you. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സമാപനത്തിൽ ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ ക്ലാസ് ഈ എബ്രായ ലേഖനത്തിന്റെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു വിവരണം, അതോടൊപ്പം തന്നെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള അതിപ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ഒന്ന് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. So as I mentioned in the last meeting, today's class will be a summary of the book of Hebrews as well as highlights of the Lord Jesus Christ in this epistle. ഇന്നത്തെ ക്ലാസ് അതിപ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എല്ലാവരും ഇതിൽ സംബന്ധിക്കണമെന്ന് ഞാൻ ഓർപ്പിച്ചതിന്റെ കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യം എന്തെല്ലാം ആണ് എബ്രായ ലേഖനം പ്രതിപാദിക്കുന്നത് എന്ന് പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. So why I mentioned that this class is very important, the reason is we need to know what does the epistle to Hebrews speak about the Lord Jesus Christ. ഈ എബ്രായ ലേഖനം ആദ്യോടൊന്നും നാം നോക്കുമ്പോൾ നമുക്ക് അതിപ്രധാനപ്പെട്ട ഒരു ചിന്ത അതിൽ കാണുവാൻ കഴിയുന്നത്, ഈ എബ്രായ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് പഴയ നിയമത്തിലേക്ക് മടങ്ങിപ്പോകാനായി ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് നാം പലപ്പോഴായി കാണുവാൻ കഴിഞ്ഞത്. So we have often studied in this scripture, in this epistle, that the people who were the church of Hebrews, they had many a times thought of returning back to the Old Testament. അങ്ങനെ മടങ്ങിപ്പോകാനായി ശ്രമിക്കുമ്പോൾ ലേഖനകർത്താവ് യേശുവിലേക്ക്, പുതിയ നിയമത്തിലേക്ക് ഒക്കെ അവരെ മടക്കിക്കൊണ്ടുവരികയാണ്. So when they were considering a return back to the Old Testament, that's the time the author was directing their attention to the Lord Jesus Christ. എബ്രായ ലേഖനം നമ്മളോട് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അതിപ്രധാനപ്പെട്ട, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത 3 വാക്യങ്ങൾ എന്റെ മനസ്സിൽ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്നത് വായിച്ച് പ്രാരംഭമായി ചില ചിന്തകൾ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. So we would like to read 3 very important verses that we read in this epistle concerning our Lord Jesus Christ initially, and then we'll go into more of the verses. ഒരുപക്ഷെ കഴിഞ്ഞ ക്ലാസ്സുകളിലെ പല കാര്യങ്ങൾ നിങ്ങൾ മറന്നാലും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ 3 വാക്യങ്ങൾ മറക്കാതെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. So even though you might have forgotten all that we learned from the book of Hebrews, this is my request that please remember these 3 important passages from this epistle about our Lord Jesus Christ. ഒന്നാമത്തെ വാക്യമായി നാം വായിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് എബ്രായ ലേഖനം 3-ന്റെ 1-2 വാക്യങ്ങളാണ്. So first we read from Hebrews chapter 3 verse 1 and 2. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഇവിടെ ഈ വാക്യത്തിൽ നാം കാണാൻ കഴിഞ്ഞത്
എബ്രായ ലേഖനകർത്താവ് യേശുവിനെ കുറിച്ച് പറയുകയാണ്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. So here the author says that pay careful attention to Jesus, who is the high priest of our confession. ഒരു വ്യക്തിയെ ശ്രദ്ധിച്ച് നോക്കുകയും ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം എങ്ങനെയുള്ള ആളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. When we carefully look at a person and when we study about him, then only we know what kind of a person it is. ലോകത്തിൽ പലരോടും യേശു ആരാണ് എന്ന് ചോദിച്ചാൽ അവരുടെ പഠനത്തിൽ, അവരുടെ കണ്ടെത്തലുകളിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ള പല ചിന്തകൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു എന്ന് വന്നേക്കാം. So when we ask people who is Jesus to the people of the world, they may all share their own thoughts about what they have understood or they have learned or they have researched about Jesus. പക്ഷേ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത, യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ച, യേശുവിനോടൊപ്പം നടക്കുന്ന ഒരു ദൈവപൈതലിനോട് ചോദിച്ചാൽ ആ ദൈവപൈതൽ ഇങ്ങനെ പറയും, അവൻ എൻ്റെ നാഥനാണ്, അവൻ എൻ്റെ ഗുരുവാണ്, അവൻ എൻ്റെ രക്ഷകനാണ്. But to a person, a child of God, who has given his heart to Jesus, the one who has received Jesus as his savior, if you ask the same question to that person, he will say that he is my master, he is my teacher, he is my dearest one. അങ്ങനെ ഈ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ട വാക്യത്തിൽ പറയുകയാണ്, അപ്പോസ്തലനും മഹാപുരോഹിതനുമായി നാം സ്വീകരിച്ചു പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നാം നോക്കുക. So here the author says that pay careful attention to Jesus, whom we have confessed as the apostle and the high priest. അപ്പോൾ ഇന്ന് രാത്രിയിൽ നാം ചെയ്യുന്നതും അത് തന്നെയാണ്. ഈ ലേഖനത്തിൽ ഉടനീളമായി യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ദൈവവചന ചിന്തകൾ നാം അല്പസമയം പഠിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. So now we are desirous of studying of the scripture portions in this epistle where it's being spoken about Jesus Christ. രണ്ടാമത്തെ വാക്യം എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. Chapter 7 verse 26 to 28 also let us read. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. ഈ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, നമുക്ക് വേണ്ടി സ്വർഗ ഉന്നതികളെ വിട്ട് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ചില പ്രത്യേകതകളെ കുറിച്ചാണ്. So we can see certain characteristics of the Lord Jesus Christ, who left his heavenly abode and came for our sake to be in our midst. ഭൂമിയിലുള്ള ഒരു മഹാപുരോഹിതൻ ഉണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണങ്ങളെക്കാൾ അതീതനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് അവൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. So more than exceeding the character requirements of a high priest in this world is our Lord Jesus Christ. Hence he is our supreme high priest. ആ യേശുവിനെ കുറിച്ച് പറയുന്നത് പവിത്രനാണ്, നിർദോഷനാണ്, നിർമ്മലനാണ്, പാപികളോട് വേർപെട്ടവനാണ്, സ്വർഗത്തെക്കാൾ ഉന്നതൻ ആയിരുന്നവനാണ്. About the Jesus it is written, he is holy, he is innocent, he is unstained, he is separated from sinners, and he is exalted above the heavens. നോക്കൂ, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവന്റെ സ്വഭാവ ഗുണങ്ങൾ ഓരോന്നായി നാം പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. നമുക്ക് ഉത്തമ മാതൃകയായി പിൻപറ്റുവാൻ കഴിയുന്ന യേശുവിന്റെ അടുക്കിലേക്ക് നാം വരുമ്പോൾ, so when we come close to Jesus, we see all the exemplary
characteristics of Jesus we can see here. 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിലൂടെ വായിച്ച് ചില ആത്മീയ ചിന്തകൾ പറഞ്ഞതിന് ശേഷം ഇതിന്റെ അല്പം വിശദമായിട്ടുള്ള യേശുവിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ ഈ അധ്യായത്തിൽ നിന്ന് ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. So we'll read from Hebrews chapter 12 verse 2 and 3 as well to know something more about Jesus. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. 1-ാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്നതായിരുന്നു, യേശുവിനെ അടുത്ത് അറിയുക എന്നുള്ളതായിരുന്നു. ഇവിടെ ഈ വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക, വീണ്ടും യേശുവിനെ ശ്രദ്ധിക്കാനാണ് ലേഖനകർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. So the earlier verse that we read, we saw that we were instructed to look carefully at Jesus. Now here again the author is saying that look unto Jesus, the founder and perfecter of our faith. യേശുവിനെ അധികം നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും മധ്യത്തിലാണ്. So we need to pay more attention to Jesus in the midst of our affliction and pain. തന്റെ ജീവിതത്തിൽ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ നാം ഇങ്ങനെയാണ് ഇവിടെ വായിക്കുന്നത്, തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിപ്പാനിടയായി. So when he had to go through persecution in his life, he, for the joy that was set before him, he endured the cross, despising the shame. കഷ്ടതയിലൂടെ പോകുമ്പോൾ, വേദനയിലൂടെ പോകുമ്പോൾ, പ്രയാസങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർക്കുവാനുള്ളത്, നോക്കുവാനുള്ളത്, സ്മരിക്കുവാനുള്ളത് നമുക്ക് വേണ്ടി ജീവൻ നൽകിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. When we go through affliction, when we go through pain, when we go through hardship, the more that we need to meditate and think about is our Lord Jesus, who went through suffering for our sake. സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവിലേക്ക് നോക്കിയാൽ നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ, നമ്മൾ വേദനപ്പെട്ടിരിക്കുമ്പോൾ അവന്റെ പ്രകാശം നമ്മുടെ മേൽ നൽകി അവൻ നമ്മെ ബലപ്പെടുത്തുവാനിടയായിത്തീരും. So we see that in the Psalms, those who looked at him, they were illuminant and their face was shining bright. So we will not be ashamed when we are looking at Jesus. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അതിപ്രധാനപ്പെട്ട 3 വാക്യങ്ങൾ ഈ ലേഖനത്തിൽ നിന്ന് ഓർപ്പിച്ചു. നിങ്ങൾ ആ വാക്യങ്ങൾ ഒരിക്കലും മറക്കരുത്. അത് 3-ന്റെ 1-2 വാക്യങ്ങൾ, 7-ന്റെ 26, 28 വരെ, 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ, എബ്രായ ലേഖനം 12-ന്റെ 2-3 വാക്യങ്ങൾ. So again, let me remind you that chapter 3 verse 1 and 2, chapter 7 verse 26 to 28, as well as chapter 12 verse 2 and 3. They're very important passages concerning our Lord Jesus Christ in the epistle to Hebrews. ഈ പുസ്തകം നാം പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ലേഖനം നാം പഠിക്കുന്ന സമയത്ത്, ഇതിനു മുമ്പ് പഠിച്ചതാണ് എങ്കിലും ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ പ്രത്യേകത ഈ പുസ്തകത്തിലുള്ളത് ഞാനൊന്ന് എടുത്തു കാണിക്കുവാൻ, നിങ്ങളുടെ മുമ്പിലേക്ക് നിരത്തി വയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. So I would like to highlight the uniqueness and importance of the name of Jesus Christ as mentioned in this epistle. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഏത് ഇതുവരെ ജനിച്ചിട്ടുള്ള പ്രവാചകന്മാരെക്കാളും അവരെക്കാൾ മുകളിലാണ് യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാണ് ഈ ലേഖനം തുടങ്ങുന്നത് തന്നെ. The beginning of this epistle in chapter 1 verse 1 and 2, it is written that the name of Jesus is above every other prophet's name. നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ
പ്രവാചകന്മാരെക്കാൾ മുകളിലുള്ള മേത്തരമായ ഒരു നാമം യേശുവിനുണ്ട് എന്ന് വ്യക്തമാക്കിയാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. So it's written that long ago at many times and in many ways God spoke to our fathers by the prophets. But in these last days He's spoken to us by His Son. So the very beginning of this epistle emphasizes this fact that the name of Jesus is above the names of every other prophet. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയാണ് എന്ന് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ദൂതന്മാരെക്കാൾ മുകളിൽ ഒരു നാമമാണ് ദൈവം പുത്രന് നൽകിയിട്ടുള്ളത് എന്നാണ് യേശുവിനെ കുറിച്ച് നാം അടുത്ത് കാണുന്ന പ്രധാനപ്പെട്ടതായ കാര്യം. When we come to verse 4, we read that He is superior to the angels, as the name He has inherited is more excellent than theirs. So that is what the Lord Father has given, a more excellent name than the angels. 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ മോശയേക്കാൾ മികച്ചൊരു നാമം യേശുവിനുണ്ട് എന്ന് എബ്രായ ലേഖനകർത്താവ് സമർത്ഥിക്കുകയാണ്. So when we come to chapter 3 verse 2, we read that just as Moses was faithful in all God's house, Jesus was faithful. Or in other words, Jesus was even superior to Moses in his name. എബ്രായ വിശ്വാസികൾ പഴയ നിയമത്തിൽ നിന്ന് അവർ പുതിയ നിയമത്തിലേക്ക് വന്നതായതുകൊണ്ട് മോശ അവർക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് എങ്കിലും പറയുകയാണ്, മോശയേക്കാൾ വലിയൊരു നാമമുള്ളവനാണ് യേശു. ആ കാരണം അവൻ പിതാവിനെ അനുസരിച്ച വിശ്വസ്തനായ നാമമുള്ളവനാണ് എന്ന പേരിലാണ് യേശുവിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. So in verse 3, Jesus is being introduced as counted worthy of more glory than Moses. Moses was very familiar and very dear to the people of Israel, but Jesus was counted more worthy because of his obedience. പഴയ നിയമത്തിൽ മോശ കഴിഞ്ഞാൽ പിന്നെ അവരെ എപ്പോഴും ഓർക്കുന്നത് യോശുവയാണ്. കാരണം മോശയുടെ മരണശേഷം യോശുവയാണല്ലോ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. So after Moses, the next person whom they remember in the Old Testament is Joshua, because it was Joshua who led them to the promised land. 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി എങ്കിൽ എന്ന് കാണുന്നു. അപ്പോൾ അവർക്കൊരു സ്വസ്ഥത, അവർക്കൊരു സമാധാനം അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ ലഭിച്ചു. അപ്പോൾ ഈ യോശുവയേക്കാൾ മികച്ചൊരു നാമമാണ് യേശുവിന്റെ നാമമെന്ന് തുടർന്ന് ഇവിടെ സമർത്ഥിക്കുന്നതായി നാം കാണുന്നു. And we read in chapter 4 verse 8, if Joshua had given them a rest, so Joshua had a role in providing a rest for them in the land of promise. Then following that, it is written that the name of Jesus is even superior to Joshua. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വിലമതിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിനെ കുറിച്ച് അതേ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ സവിസ്തരമായി പ്രസ്താവിക്കുന്നുണ്ട്. അവിടെ കാണുന്ന അബ്രഹാമിനേക്കാൾ മികച്ച ഒരു നാമമാണ് യേശുവിന്റെ നാമമെന്ന് ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. So the next person who is highly valued and respected is Abraham. But when we come to chapter 11, we see that even greater than Abraham is Jesus. 7-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മൽക്കീസദേക്കിനെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നു. ആ ഭാഗം പഠിപ്പിച്ച സമയത്ത് ആരാണ് മൽക്കീസദേക്ക് എന്നും മൽക്കീസദേക്ക് എന്താണ് ചെയ്തതെന്നും ആ സമയത്ത് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ മൽക്കീസദേക്കിനേക്കാൾ മികച്ചൊരു നാമം യേശുവിനുണ്ട് എന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. In chapter 7, verse 1, we read that he had a name greater than Melchizedek. And we read about that, who was Melchizedek and what was so special about Melchizedek when we studied this portion. പിന്നീട് അവർക്ക് അതിപ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടുള്ളത് അവരുടെ ആദ്യത്തെ മഹാപുരോഹിതനായിരുന്ന അഹരോനാണ്. So the next important person is their first high priest, Aaron. 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അഹരോനേക്കാൾ മികച്ചവനായിരുന്നു യേശുവെന്നും അവനാണ് ശ്രേഷ്ഠ മഹാപുരോഹിതനെന്നും അവിടെ വ്യക്തമാക്കപ്പെടുന്നു.
In chapter 7, verse 6, we see that Jesus was even greater than Aaron, and he was a great, excellent high priest than Aaron. ഇതുവരെ പറഞ്ഞ പല പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഉണ്ടായിരുന്നെങ്കിലും അതിലൊക്കെ വ്യത്യസ്തമായി അവർക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ഒരു ആരാധന ക്രമീകരണം ആദ്യമായിട്ടുണ്ടത് സമാഗമന കൂടാരമാണ്. അങ്ങനെയെങ്കിൽ സമാഗമന കൂടാരത്തിന്റെ നാമത്തെക്കാൾ അവർ കൂടി വരുന്ന അതിപ്രധാനപ്പെട്ട സ്ഥലത്തേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് യേശുവിന്റെ നാമമാണെന്ന് 8:2 വ്യക്തമാക്കുന്നു. When we come to chapter 8, verse 2, we read that the name of Jesus was superior to the Ark of Covenant. It was the place of meeting they had, very important place in the Old Testament. അത് കഴിഞ്ഞ് അവരെ അവിടെ കടന്നു വരുമ്പോൾ എപ്പോഴും അർപ്പിക്കുന്നത് യാഗകർമ്മങ്ങളാണ്. പാപയാഗം, അകൃത്യയാഗം, കരപൂർണയാഗം, ഇങ്ങനെ വിവിധ യാഗകർമ്മങ്ങൾ അവിടെ അർപ്പിച്ചിരുന്നു. അപ്പോൾ 9, 11, 12 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ലേഖനകർത്താവ് പറയുകയാണ്, അവന്റെ നാമം ഈ ഭൂമിയിൽ നിങ്ങൾ അർപ്പിക്കുന്ന എല്ലാ യാഗകർമ്മത്തെക്കാൾ ഉന്നതമായ നാമമാണ്. So when we come to chapter 9, verse 11 to 12, we see that the name was above every sacrifice that was offered on this earth. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസവീരന്മാരെ ഇങ്ങനെ വരച്ച് കാണിക്കുകയാണ്. ആ ഹാബേൽ മുതൽ ഇങ്ങനെ പേര് പറഞ്ഞ് ഓരോരുത്തരെ എടുത്തു പറയുകയാണ്. എന്നിട്ട് ഈ വിശുദ്ധന്മാരെ എല്ലാം നിരത്തി വെച്ചിട്ട് പറയുകയാണ്, അവരെക്കാൾ ഉന്നതമായ നാമമാണ് യേശുവിന്റെ നാമം എന്ന് അവിടെ സ്ഥാപിക്കും. Chapter 11 goes into a detailed description of all the saints from Abel onwards. And after mentioning their names, it is being highlighted that the name of Jesus is superior to every one of their names. സമാപന അധ്യായമായിരിക്കുന്ന 13-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഒരു ശ്രേഷ്ഠ ഇടയനെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ലോകത്തിലുള്ള മറ്റിടയന്മാരെക്കാളെല്ലാം ശ്രേഷ്ഠ ഇടയൻ യേശു ആണ് എന്ന് പറഞ്ഞാണ് അവിടെ സമാപനം കുറിക്കുന്നത്. So when we come to the concluding chapter 13, verse 20, we can see that there is a great shepherd, and above every other shepherd in this earth is Jesus, the great shepherd. ചുരുക്കത്തിൽ ഈ ലേഖനം എഴുതിയ ലേഖനകർത്താവ്, അത് പൗലോസ് ആയാലും മറ്റൊരു വ്യക്തിയായാലും, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, എബ്രായ വിശ്വാസികൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യം വളരെ ശക്തമായ നിലയിൽ യേശുവിനെ മുമ്പിൽ നിർത്തി, പുതിയ നിയമത്തെ മുമ്പിൽ നിർത്തി ശക്തമായ നിലയിൽ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഈ വേദപഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. So we can see that the author, whoever it is, whether Paul or anyone else, he was able to demonstrate Jesus as superior through this scripture. ഇനി അതിന്റെ അതിപ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്ത് യേശുവുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. Now I would like to share with you something concerning Jesus, very important. ഇന്ന് വിവിധ തരത്തിലുള്ള ഉപദേശങ്ങൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ പ്രചരിക്കപ്പെടുന്നുണ്ട്. Nowadays we see that various kinds of doctrines are spread among us. യേശു ദൈവമല്ല എന്നുള്ള നിലയിൽ പല ഉപദേശങ്ങളും ഇന്ന് ശക്തമായി സഭകളിൽ കയറി വരുന്നുണ്ട്. Now there are many doctrines that are coming inside the church that states that Jesus is not God. എന്നാൽ യേശു ദൈവമാണ്, അവൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്ന 7 വാക്യങ്ങൾ അതിശക്തമായിട്ട് നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണുവാൻ കഴിയും. In the epistle to Hebrews, we see 7 verses which prove strongly that Jesus is God's Son. ഇന്ന് രാത്രിയിൽ ദൈവത്തിലായിരിക്കും ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, കഴിയുമെങ്കിൽ ഈ വേദഭാഗങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം, നോട്ട് ചെയ്ത് വെക്കണം. കാരണം ആരെങ്കിലും ദുരുപദേശങ്ങളുമായി നിങ്ങളുടെ അടുത്ത് വന്ന് യേശു ദൈവമല്ല, ദൈവപുത്രനല്ല എന്ന് പറഞ്ഞാൽ ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് സഹായകരമായിരിക്കും. So let me tell you that if anyone comes to you with a false teaching that Jesus is not God or Jesus is not the Son of God, you may kindly note these verses so that you will be able to answer their queries confidently. 1-ാം അധ്യായത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ അവിടെ 1 മുതൽ 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ നോക്കുമ്പോൾ യേശുവിന് മികച്ച ഒരു പേര് ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കാണാൻ കഴിയുന്നു. So when we come to chapter 1,
verse 4 and 5, we read that Jesus has an excellent name. 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Verse 4 says that he has become a much superior to the angels, as the name he has inherited is more excellent than theirs. 1:6 കടന്നു വരുമ്പോൾ അവിടെ അതേ ദൈവത്തിന്റെ ദൂതന്മാർ അവനെ ആരാധിക്കുന്നു, അവനെ മഹത്വപ്പെടുത്തുന്നു, അവന് പുകഴ്ച അർപ്പിക്കുന്നതായി നാം കാണുന്നു. We see in chapter 1 verse 6 that the angels of God worship him, they are glorifying him. ദൈവത്തെയാണല്ലോ ആരാധിക്കുന്നത്, ദൈവത്തെയാണല്ലോ നാം മഹത്വപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രമാണെന്ന് ദൂതഗണങ്ങൾ അവനെ ആരാധിക്കുമ്പോൾ അത് വ്യക്തമാകുകയാണ്. It is only God we worship, it is only God we glorify. If so, the group of angels is worshiping Jesus, and he is the God. യേശുവിന്റെ ജനനത്തിങ്കിൽ നാം അത് കാണുന്നു. ദൂതന്മാർ ഒരുമിച്ച് വന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ് ഒരുമിച്ച് പാടി സന്തോഷിച്ച് അവർ ദൈവത്തെ ആരാധിക്കുന്നത് യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നാം കാണുന്നുണ്ട്. So we see that the angels came together when Jesus was born, and they sang loudly that the glory to the holy God in the highest, and the joy to those who have received the pleasure of God on earth. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിലുടനീളം അതേ ദൈവത്തിന്റെ ദൂതന്മാർ അവനെ ശുശ്രൂഷിക്കുന്നതായി കാണുന്നു. ദൈവമായതുകൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ അടുത്തേക്ക് വന്ന് സഹവാസം ചെയ്യുകയാണ്. We see that in the ministry of Jesus Christ, the angels have ministered unto him several times. Because he is God, the angels came and stayed together with him. യേശു ദൈവമാണെന്നും യേശു ദൈവപുത്രനാണെന്നും തെളിയിക്കുന്ന അതിപ്രധാനപ്പെട്ട മറ്റൊരു വാക്യമാണ് എബ്രായ ലേഖനം 1:8 വാക്യം. Chapter 1 verse 8 is a very important verse that proves that Jesus is God and the Son of God. ആ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ നിലനിൽക്കുന്ന ഒരു സിംഹാസനമുള്ള ഒരു വ്യക്തിയാണ് യേശു എന്നവിടെ വ്യക്തമാക്കുകയാണ്. In verse 8 it is written, but of the Son he says, your throne, O God, is forever and ever. The scepter of uprightness is the scepter of your kingdom. It indicates that Jesus has a throne that is stable and forever. കൂടാതെ ദൈവത്തെ യേശുവിന്റെ ദൈവത്വത്തെ ഉയർത്തി കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാക്യമാണ് 1:9 വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരപരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പിതാവാം ദൈവം പുത്രനെ അഭിഷേകം ചെയ്താണ് ഭൂമിയിലേക്ക് അയച്ചതെന്ന് ആ വാക്യത്തിലൂടെ വ്യക്തമാണ്. Chapter 1 verse 9 says, your God has anointed you with the oil of gladness beyond your companions. So in other words, the Father God has anointed the Son for the ministry on earth. 1-ാം അധ്യായത്തിന്റെ തന്നെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ഒരു സൃഷ്ടിതാവാണ്, അവൻ സകലത്തിന്റെയും സൃഷ്ടിക്ക് കാരണഭൂതനായവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. So chapter 1 verse 10 to 12 we know that our Lord is a creator and he is the reason behind every creation. യേശുവിനെ കുറിച്ചും യേശുവിന്റെ പ്രത്യേകതകളെ കുറിച്ചും അവന്റെ നാമത്തിന്റെ പ്രാധാന്യതയെ കുറിച്ചും പറഞ്ഞു വരുമ്പോൾ ആ 10-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവേ നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. So when we talk about Jesus and the uniqueness and greatness of his name, verse 10 of chapter 1 says, Lord, you laid the foundations of the earth in the beginning, and the heavens are the works of your hands. 12-ാം വാക്യം അതിന്റെ അവസാന ഭാഗം നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. അവസാനിക്കാത്ത ഒരു ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവിക അനുഭവത്തെ കുറിച്ച് യേശുവിൽ അത് സംക്ഷേപിച്ചിരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. Verse 12 we see that you are the same and your years will have no end. It describes that Jesus is eternal and have no end.
ഒന്നാം അധ്യായത്തിന്റെ 13-14 വാക്യത്തിലേക്ക് വരുമ്പോൾ പിതാവിന്റെ വലത്ത് ഭാഗത്ത് പുത്രൻ ഇരിക്കുന്നു. ഇത് പുത്രന്റെ ഉന്നതമായ സ്ഥാനത്തെയാണ് കാണിക്കുന്നത്. So we see that chapter 1 verse 13 and 14, we see that the Son is sitting on the right hand side of the Father. ചുരുക്കത്തിൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ഏതെങ്കിലും ചോദ്യങ്ങളുമായി ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ അതിന്റെ 14 വരെയുള്ള വാക്യങ്ങൾ മനഃപ്പാഠമാക്കുകയും പഠിക്കുകയും അതിൽ നിന്നുള്ളതായ ദൈവജന ചിന്തകൾ നിങ്ങൾ പങ്കിടുകയും ചെയ്താൽ ഒരു യേശു ദൈവമല്ല എന്ന് പറയുന്ന വ്യക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. So we need to know in summary that if you learn chapter 1 properly from the first verse to the 14th verse, no one who says that Jesus is not God will be able to stand in front of you to argue with you. അതുകൊണ്ട് ദൈവശാസ്ത്രപരമായ പഠനത്തിൽ, യേശുവിനെ കുറിച്ചുള്ള പഠനത്തിൽ, ക്രിസ്റ്റോളജി, ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവശാസ്ത്ര പഠനത്തിൽ അതിപ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ എബ്രായ ലേഖനം 1-ാം അധ്യായം. So as far as Christology or study of Christ is concerned, the chapter 1 is very important portions to study about Jesus Christ. അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന 5 പ്രധാനപ്പെട്ട മികച്ച പുതിയ വാഗ്ദത്തങ്ങൾ ദൈവം യേശു നൽകുന്നത് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ കഴിയും. We also see in this chapter 5 important promises which the Lord Jesus Christ gave in the new covenant. എബ്രായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പഴയ ഒരു നിയമമാണ് അവർക്കുള്ളത്. ആ നിയമത്തിലാണ് അവർ നിൽക്കുന്നത്. എന്നാൽ യേശു പുതിയ ചില ഉടമ്പടി നൽകുകയാണ്, നിയമം നൽകുകയാണ്. So as far as the Hebrew believers were concerned, they were under the Old Testament law and they were standing by that Old Testament. But here we see that Jesus makes a new covenant in the New Testament. ഈ ലേഖനത്തിന്റെ പഠനത്തിന്റെ ഇടയിൽ അതൊക്കെ വിവരിച്ചിട്ടുള്ളത് കൊണ്ട് വേഗത്തിൽ ഈ 5 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. So all this was in details we have studied, so I would like to quickly speak about these 5 important points. ഒന്നാമത്തെ കാര്യം, മികച്ച വാഗ്ദാനങ്ങളാണ് യേശു തന്റെ പുതിയ നിയമ ജനത്തിന് നൽകുന്നത്. The first important thing is Jesus has given greater promises to the people in the New Testament. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കർത്താവിന്റെ വാഗ്ദത്തം, യേശുവിന്റെ വാഗ്ദത്തം, തന്നിൽ വിശ്വസിക്കുന്ന സകല ജനത്തിനും സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അവൻ ഒരുക്കുന്നു. അവൻ അത് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. Next important is he has prepared an entry into heaven for those who believe in him. മൂന്നാമത്തെ കാര്യം, മാനവജാതിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ കാര്യം നിവൃത്തിയാക്കുന്നതിന് തന്റെ ശരീരം തന്നെ യേശു യാഗമാക്കി അതിനെക്കുറിച്ച് ഈ ലേഖനം സവിസ്തരമായി പ്രഖ്യാപിക്കുന്നുണ്ട്. For the fulfillment of taking humankind to heaven, Jesus has given up his own body as a sacrifice. ഈ ലേഖനത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തം എന്താന്ന് ചോദിച്ചാൽ, യേശു മെച്ചപ്പെട്ട മഹാപുരോഹിതനായി പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു എന്നുള്ളതാണ്. The next important thing is Jesus is the excellent high priest who is mediating for us on the right hand side of the Father. അഞ്ചാമത്തെ അവസാനത്തെ അതിപ്രധാനപ്പെട്ട ഒരു കാര്യം, യേശു ക്രിസ്തുവിലൂടെ ശക്തമായ ഒരു വിശ്വാസം അത് കർത്താവ് തന്നെ വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. അവനിലേക്ക് അടുത്തു വന്നാൽ ആ വിശ്വാസത്തിലൂടെ നമുക്ക് കർത്താവിനെ സ്വീകരിക്കുവാനും അവന്റെ മക്കളായി തീരുവാനും കഴിയും. Through Jesus, the Lord God is promising us a great faith which we can receive through Jesus Christ and become his children. അതുകൂടാതെ നാം ഈ ലേഖനം പഠിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് പുത്രനാണ് അന്തിമമായ വെളിപ്പെടുത്തലുകൾ നൽകിയിട്ടുള്ളത്. And furthermore, we have learned from this epistle that it was a son who gave great revelations. കർത്താവായ യേശു ക്രിസ്തു സകലത്തിന്റെയും അവകാശിയാണ് എന്ന് ഈ ലേഖനം അവകാശപ്പെടുന്നുണ്ട്. So this
epistle claims that Jesus has the inheritance. He inherits everything. യേശു ക്രിസ്തുവിലൂടെയാണ് യുഗങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ സ്ഥാപിക്കപ്പെടുവാൻ ഇടയായത്. പഴയ നിയമം പുതിയ നിയമം പോലെ തന്നെ അത് ചരിത്രത്തെ AD എന്നും BC എന്നും വിഭാഗിക്കാൻ, യുഗങ്ങളെ തന്നെ വേർതിരിപ്പാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിലൂടെ ഇടയായി തീർന്നു. So through the coming of Jesus Christ, the age itself was divided into AD as well as BC. So Jesus Christ became the foundation to create a new era. അവൻ ദൈവ മഹത്വത്തിന്റെ പ്രകാശമാണ് എന്ന് ഈ ലേഖനം അവകാശപ്പെടുന്നു. And this epistle claims that he is the enlightenment of the glory of God. അവൻ പിതാവിന്റെ പ്രതിച്ഛായയാണ് എന്ന് ഈ ലേഖനത്തിൽ നമുക്ക് കാണാം. We see that he is the shadow of the Father. Through this epistle we know that. തന്റെ ശക്തിയുള്ള വചനത്താൽ യേശു സകലത്തെയും വഹിക്കുന്നവനാണ് എന്ന് നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാം. We also read from this passage that by his powerful word he sustains everything. നാം മുമ്പ് കണ്ടതുപോലെ തന്റെ ശരീരയാഗത്തിലൂടെ അവൻ മാനവജാതിക്ക് പാപപരിഹാരം വരുത്തിയവനാണ് എന്ന് ഈ ലേഖനം ശക്തമായി അതേ നമ്മെ പ്രബോധിപ്പിക്കുന്നു. As we said earlier, he has brought atonement for our sins through the sacrifice of his own body. ഇപ്പോൾ അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മഹത്വത്തിലായിരിക്കുന്നു എന്നുള്ള ഉറപ്പ് ഈ ലേഖനത്തിൽ നൽകുന്നുണ്ട്. This epistle gives us the assurance that now he is on the right hand of God in glory. ഇനി നാം ചിന്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലേഖനത്തിൽ ഏതെല്ലാം വിധത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 20 നിലയിലാണ് യേശുവിനെ ഈ ലേഖനത്തിൽ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കാനും കഴിയുന്നത്. So we see that in 20 different ways the Lord Jesus Christ has been pictured in this epistle. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, 5-ാം വാക്യം, 8-ാം വാക്യം, 5-ന്റെ 5, 8 എന്നീ വാക്യങ്ങളൊക്കെ ദൈവപുത്രൻ അല്ലെങ്കിൽ പുത്രൻ എന്നുള്ള നിലയിൽ യേശുവിനെ രേഖപ്പെടുത്തിയിരിക്കുന്ന, യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കാണാൻ കഴിയുന്നു. In chapter 1, verse 3, verse 5, verse 8, as well as chapter 5, verse 5 and 8, we can see that Jesus is pictured as the Son or the Son of God. രണ്ടാമതായി 5-ാം അധ്യായത്തിന്റെ 5, 7, 9-ാം അധ്യായം 11, 10-ന്റെ 10 ഇവിടെയൊക്കെ ക്രിസ്തു എന്ന പേരിൽ യേശുവിനെ അതേ വരച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്റ്റോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിസ്തുവാണ് യേശു എന്നത് എടുത്തു പറയുന്നു. So secondly, in chapter 5, verse 5 and 7, chapter 9, verse 11, chapter 10, verse 10, Jesus is depicted as Christ, or Christos is the word that is being used. മൂന്നാമതായി 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 13-ന്റെ 6-ാം വാക്യം അവിടെയൊക്കെ കുറിയോസ് അല്ലെങ്കിൽ കർത്താവ്, ലോർഡ് എന്ന അർത്ഥത്തിൽ യേശുവിന്റെ നാമത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. In chapter 1, verse 10, as well as chapter 13, verse 6, the Lord has been depicted as Kyrios, or the Lord. നാലാമതായി 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലും 13-ന്റെ 8-ലേക്ക് നാം കടന്നു വരുമ്പോൾ എന്നേക്കുമുള്ളവനാണ്, മാറ്റമില്ലാത്തവനാണ്, അനന്യനാണ് എന്നുള്ള പദപ്രയോഗങ്ങളാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. Chapter 1, verse 10 to 12, as well as chapter 13, verse 8, we can see the phrase that he is eternal. 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ മുൻപ് നാം കണ്ടതുപോലെ അവൻ സൃഷ്ടിതാവാണ്, അവൻ സൃഷ്ടികർമ്മം ചെയ്തവനാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. In chapter 1, verse 10, we see that he is a creator. 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നോക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ ഉറവിടമാണ് യേശു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. In chapter 2, verse 10, as well as chapter 7, verse 25, we see that he is the source of our life. 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവൻ വിശ്വസ്തനാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. So when we go to chapter 3, verse 2, we see that he is faithful. 8-ാമതായി അവൻ പാപങ്ങളുടെ മോചനം നൽകുന്നവനാണ്, അവന് പാപങ്ങളെ മോചിക്കുവാൻ കഴിയുമെന്നുള്ള ഉറപ്പ്
2-ന്റെ 17, 9-ന്റെ 26, 10-ന്റെ 10 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു. Chapter 2, verse 17, chapter 9, verse 26, chapter 10, verse 10, we see that he redeems us from sins. He is a redeemer. 9-ാമതായി 8-ന്റെ 6, 9-ന്റെ 15, 12-ന്റെ 24 വാക്യങ്ങളിൽ അവൻ നമ്മുടെ മധ്യസ്ഥനാണ്. മറ്റാരെയും അല്ല മധ്യസ്ഥരാക്കേണ്ടത്, യേശു തന്നെ ആയിരിക്കണം നമ്മുടെ മധ്യസ്ഥൻ എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. Chapter 8, verse 6, chapter 9, verse 15, chapter 12, verse 24. We read that Jesus is our only mediator. No one else should mediate for us. 13-ന്റെ 20-ൽ നാം കണ്ടു അവൻ ശ്രേഷ്ഠ ഇടയനാണ്. From chapter 13, verse 20, we read he's a great shepherd. 4-ന്റെ 14, 15 വാക്യങ്ങളിൽ നമ്മുടെ മഹാപുരോഹിതനാണ് യേശു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. Chapter 4, verse 14 and 15, we see that Jesus is our great high priest. 12-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമാണ് യേശു എന്ന് കാണുവാൻ കഴിഞ്ഞു. So chapter 12, verse 2 and 3, we see that he is the author and perfecter of our faith and salvation. 7-ാം അധ്യായം 26-ാം വാക്യത്തിൽ 5 യേശുവിന്റെ പ്രത്യേകതകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 കാര്യങ്ങൾ വളരെ പ്രാധാന്യപ്പെട്ടതാണ്. In chapter 7, verse 26, there are 5 important features of the Lord Jesus Christ, which is so very important. യേശുവിനെ കുറിച്ച് പറയുന്നവൻ പവിത്രനാണ്, മറ്റൊന്ന് നിർദോഷനാണ്, അവൻ നിർമ്മലനാണ്, അവൻ പാപികളോട് വേർപെട്ടവനാണ്, സ്വർഗത്തേക്കാൾ ഉന്നതനായിരുന്നവനാണ്. It is being written that Jesus is innocent, unstained, separated from sinners and exalted above the heavens. 9-ന്റെ 28-ലേക്ക് വരുമ്പോൾ അവൻ വീണ്ടും പ്രത്യക്ഷപ്പെടുവാനുള്ള യേശുവാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Chapter 9, verse 28 says that he is going to come back again. He's going to appear again. 10-ന്റെ 19-ലേക്ക് കടന്നു വരുമ്പോൾ അവൻ ഒരു പുതിയ വഴിയാണ്, പുതിയ വഴി ഉണ്ടാക്കിയവനാണ് എന്ന് കാണുവാൻ കഴിയുന്നു. Chapter 10, verse 19 says that he made a new way, a new beginning. 13-ന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മെ കൈവിടാത്തവനും ഒരിക്കലും ഉപേക്ഷിക്കാത്തവനുമാണ് യേശു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. So chapter 13, verse 5, we see that he will never leave us or never forsake us. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഇതുവരെ കർത്താവിനെ കുറിച്ച് നാം മനസ്സിലാക്കിയതിനെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ പുത്രത്വത്തിന്റെ 3 പ്രത്യേകതകൾ നമുക്ക് അതിപ്രധാനമായി ഒന്ന് സംക്ഷിപ്തമായി പറയുവാൻ കഴിയും. So far, when we go through who Jesus is, we will come to 3 important conclusions about the sonship of Jesus. ഒന്നാമത്തെ കാര്യം, ദൈവത്തിനായ യേശുക്രിസ്തു മുൻപേ ഉള്ളവനും ശാശ്വതവാസിയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. The first important thing is that Jesus was from the beginning and Jesus is eternal. അവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവാണ്. അങ്ങനെ എല്ലാ യുഗങ്ങൾക്ക് മുമ്പ്, സകല സൃഷ്ടികൾക്ക് മുമ്പ് അവൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. We can understand that he was the creator and he was here before every creation came into being. 3-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലൂടെ സൃഷ്ടികർമ്മം നടത്തുന്ന സമയത്ത് പിതാവാം ദൈവത്തോട് കൂടെ ഉള്ളവനായിരുന്നു യേശു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. Chapter 3, verse 3 and 4 reminds us that he was with the Father when the creations were made. ഇതിനുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സൃഷ്ടികർമ്മത്തിൽ പിതാവാം ദൈവം പുത്രനോടും പരിശുദ്ധാത്മാവിനോടും പറയുന്നു, വരുവീൻ നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക, വരുവീൻ എന്ന് പറഞ്ഞ് പിതാവ് പുത്രനെയും പരിശുദ്ധാത്മാവിനെ ചേർത്താണ് സൃഷ്ടികർമ്മം നടത്തിയിട്ടുള്ളത്. So we see in the book of the Genesis, the Father is telling the Son and the Holy Spirit, come, let us make man in our own image. So the Father had included the Son and the Holy Spirit while he did the act of creation. 3-ാം അധ്യായം അതിന്റെ സമാപന അധ്യായമാണല്ലോ അവിടെ നാം കണ്ടത്. നിത്യനായ ദൈവമാണ്, ഇന്നും എന്നേക്കും അനന്യനായ ദൈവപുത്രനാണ് യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. In chapter 13, towards the last portion, we read that
He is eternal and Jesus Christ is same forever. രണ്ടാമതായി അവതാര ദൈവപുത്രൻ എന്ന നിലയിൽ അവൻ മനുഷ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും പാപങ്ങൾക്കുള്ള നിത്യമായ പരിഹാരം വരുത്തുകയും ചെയ്തു. So as an incarnation of God, he came into the body of man and he also brought forth atonement for our sins. യേശു തന്റെ ശരീരയാഗം മാനവജാതിക്ക് നൽകിയതിലൂടെ, തന്റെ ചോര നൽകിയതിലൂടെ ഇനിയും ഭൂമിയിൽ മറ്റൊരു യാഗത്തിന്റെയും ആവശ്യമില്ല. ആ യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്തിൽ വിശ്വസിച്ച് നാം അത് ഏറ്റെടുത്താൽ മാത്രം മതി. So through Jesus, who sacrificed his own body for humankind, now we do not need another sacrifice. We just have to believe in what Jesus has done and sacrifice for us. നാം ചെയ്ത പാപത്തിന് വേണ്ടി ഇനി ഒരു മൃഗവും മരിക്കേണ്ടതില്ല. കാരണം യേശു ക്രിസ്തു പരമയാഗമായി കാൽവറി ക്രൂശിൽ തന്റെ ശരീരം യാഗമായി നൽകി. There is no need for any animal to die for our sin's sake, because the Lord Jesus has made the ultimate sacrifice on Calvary's cross. നാം ഈ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നത് 8-ാം സങ്കീർത്തനത്തെ പരാമർശിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഇഹലോകവാസം അനുഭവിക്കുന്ന സമയത്ത് കഷ്ടപ്പാടുകളും പ്രതിസന്ധികളിലൂടെ കടന്നുപോയി മാനവരാശിക്ക് ആത്മീയ വിടുതൽ പൂർത്തീകരണം എങ്ങനെ അവൻ ഒരുക്കിയെടുക്കുമെന്നുള്ളത് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. So we can see that Jesus went through suffering and he brought forth redemption for humankind. We can read it through this epistle. അവന്റെ ശരീരയാഗ നിമിത്തം മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് അവൻ പൂർത്തിയാക്കി. കൂടാതെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ഒരു പുതിയ നിയമം അവൻ സ്ഥാപിച്ചിട്ടുണ്ട്. So according to the plan of God, he has established a new covenant as he finished his sacrifice. അവസാനമായി പുത്രൻ സ്വർഗാരോഹണം ചെയ്യപ്പെടുകയും പാപങ്ങളുടെ പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തുവെന്ന് 1:3 നാം കാണുവാനിടയായി. We also read in chapter 1 verse 3 that finally he has ascended up to heaven and is established at the right hand of the throne of God. ചുരുക്കത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ അവന്റെ പരസ്യ ശുശ്രൂഷ മുതൽ അവന്റെ മരണ അടക്കത്തിൽ നിന്ന് ശേഷം അവൻ സ്വർഗത്തിലേക്ക് പോയത്, അങ്ങനെ സകല കാര്യങ്ങളുടെയും സംക്ഷിപ്ത വിവരം നമുക്ക് ഈ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നു. So this epistle gives us a summary of the birth, the ministry, the death and the ascension of the Lord to heavens. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെ കുറിച്ച് പറഞ്ഞ് ഈ ലേഖനം അവസാനിപ്പിക്കാതെ നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശയായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ശക്തമായി പറഞ്ഞ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. So instead of ending in a Jesus who died and who was resurrected, this epistle ends with the word of hope that our Lord Jesus is coming back again for us. എബ്രായ ലേഖനം 9:28 വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. So when we come to chapter 9 verse 28, we read that so Christ, having been offered once to bear the sins of many, will appear a second time, not to deal with sin, but to save those who are eagerly waiting for him. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവ് നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശയാണ്. അങ്ങനെയെങ്കിൽ ആ പ്രത്യാശയിൽ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. It is all of our hope that Jesus Christ will return back soon. Let us advance into that hope soon. സമാപനമായി 2 വാക്യങ്ങളോട് വായിച്ച് ഞാൻ ഇന്നത്തെ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. I would like to read 2 more verses and conclude this study. 86-ാം സങ്കീർത്തനം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും അതിനുശേഷം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളും ഒന്ന് നിർത്തി വായിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. Let us read from Psalms chapter 86 verse 8 to 10 as well as 12 to 13.
കർത്താവെ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല. നിന്റെ ഇതുവരെ പഠിച്ച പ്രവർത്തികൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ചിന്തകൾ ഞാൻ ഇങ്ങനെ സമാപിപ്പിക്കുമ്പോൾ ഈ സങ്കീർത്തനം ഞാൻ ഇങ്ങനെ ഉദ്ധരിക്കട്ടെ. യേശു കർത്താവെ, അങ്ങേക്ക് തുല്യനായി മറ്റൊരു ദൈവവുമില്ല. As we conclude the thoughts about the Lord Jesus Christ, let us quote this psalm and say, Lord Jesus, there is none like you among the gods. അടുത്ത വാക്യം, നിന്റെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ചെയ്ത പ്രവൃത്തി പോലെ അതിന് തുല്യമായി പറയുവാനുള്ള ഒരു പ്രവൃത്തിയും ചെയ്ത മറ്റൊരു വ്യക്തിയും മറ്റൊരു ദൈവവും ഈ ഭൂമിയിലില്ല. അത് യേശു മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. There is no man, there is no God who has done equivalent or comparable to what Jesus Christ has done on earth. അടുത്ത വാക്യം, കർത്താവെ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുൻപിൽ വന്ന് നമസ്കരിക്കും. അവർ നിന്റെ അത് നാമത്തെ സംഭവിക്കാൻ പോവുകയാണ്. മഹത്വപ്പെടുത്തും. സകല മുഴങ്കാലുകളും യേശുവിന് മുൻപാകെ മടങ്ങുകയും യേശു മാത്രം കർത്താവെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ദിനം ഏറ്റവും അടുത്ത് വരുവാൻ പോകുന്നു. സകല ജാതികളും മുഴങ്കാൽ മടക്കാൻ പോകുന്നത് യേശുവിന്റെ നാമത്തിലാണ്. All nations you have made shall come and worship before you. It is going to happen soon that all nations will bow their knees before the name of Jesus. അടുത്ത വാക്യം, നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. ദൈവമേ, നീ മാത്രമാണ് ദൈവം, നീ മാത്രമാണ് ഉന്നതൻ, നീ മാത്രം അത്ഭുതം ചെയ്യുന്നവനാണ്. ഇന്ന് രാത്രിയിലെ ഈ ചിന്തകൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യപ്പെടുന്ന സമയത്ത് പറയട്ടെ, ഈ കർത്താവിനെ പോലെ മറ്റാരാ നമുക്കുള്ളത്? You alone are God. You are great. You do wondrous things. As we conclude, let me ask this question. Who is like our Lord? നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിന് എന്താ കൊടുക്കാനുള്ളത്? ആരാധന, സ്തുതി, സ്തോത്രമാണ്. അതിന്റെ 12-13 വാക്യങ്ങൾ നാം അതാണ് കാണുന്നത്. ആ വാക്യം കൂടെ വായിച്ച് നാം സമാപനം കുറിക്കുകയാണ്. What can we give back to our Lord? Verse 12 and 13 mentions that we can offer sacrifices of praise and thanksgiving unto the Lord. എന്റെ ദൈവമായ കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും. നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ. നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിച്ചത് കൊണ്ട്, കർത്താവ് നമുക്ക് പാപമോചനം നൽകിയത് കൊണ്ട്, അവൻ നമ്മെ ദൈവമക്കളാക്കിയത് കൊണ്ട്, ഇന്ന് രാത്രി ഈ സമാപന സമയത്ത് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു നിമിഷം ദൈവത്തിന് മഹത്വം കരേറ്റുക എന്നുള്ളതാണ്. Because he has saved us, because he has redeemed us from our sins, because he has made us children of God. Tonight, as we conclude, the only thing I could request of you is that let us give glory and praise unto the Lord. നാം ഇന്ന് ആരാധനാ സമയത്ത് പാടിയ പാട്ട് നിക്കി അതൊന്നുകൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം. യേശുവിൻ നാമം, എന്നെ യേശുവിൻ നാമം, ഞാൻ ആശ്രയിക്കുന്ന നാമം, എന്നെ അതെ സഹായിക്കുന്ന നാമം, ആ നാമത്തെ പോലെ വേറൊരു നാമവുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എല്ലാ സ്തുതിയും സകല സ്തോത്രവും സകല ആരാധനയും യേശുവിന് മാത്രമായിരിക്കട്ടെ. So we will again sing that song, that it is only in Jesus' name, only in Jesus' name we have hope. And let us conclude that and let us worship the Lord Jesus and we conclude.